അപ്പൊ വാരാണസി എയർപോർട്ടിൽ ഫ്ലൈറ്റ് തടഞ്ഞു കണ്ടിട്ട് SP അലോക് ശർമ്മ ഫ്ലൈറ്റിനകത്ത് കയറി. എന്നിട്ട് എല്ലാവരും നോക്കുക, ആ വേഷത്തിൽ അപ്പോഴത്തേക്ക് ഞാൻ വേഷം വീണ്ടും മാറി, എന്നെ മനസ്സിലായില്ല. പിന്നെ അനൗൺസ് ചെയ്തു, നാസർ എ സാഹിബ് എന്ന പേരിൽ ഇന്ന പത്രത്തിന്റെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡുമായിട്ട് വന്ന ഒരാളെന്നെ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. എന്നോട് പറഞ്ഞു അറസ്റ്റ് ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു പറ്റൂല, ഞാൻ ടിക്കറ്റ് എടുത്ത ലക്നോയിൽ നിന്ന്. ഞാൻ എന്തിനാ ലക്നോയിൽ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? ഞാൻ എന്ത് കുറ്റം ചെയ്തതിനാ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നേ? എന്റെ പേരിൽ എന്താ കുറ്റമുള്ളത്? കോടതിയുടെ വാറണ്ട് ഉണ്ടോ എനിക്ക് കാണിക്കും. അപ്പൊ അവസാനം അയാൾ സമ്മതിച്ചു, ലക്നോയിൽ നിന്ന് അറസ്റ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലക്നോയിലൊക്കെ പോയി അറസ്റ്റ് വരിച്ചു. അറസ്റ്റ് അവിടെ നടക്കുമ്പോഴും അയോധ്യയിൽ ഒരു മാർച്ചൊക്കെ നടത്തി. അങ്ങനെയൊക്കെ ഒരുപാട് സാഹസികതയൊക്കെ ചെയ്തു ഈ കാലുകൊണ്ട്. പലരും ഇപ്പോഴും പറയുന്നു മഹദനി പേടിച്ചു പോയി, പുറകോട്ട് പോയി, പിന്നിലോട്ട് പോയി. മഹദനിക്ക് ഇപ്പൊ പഴയ ആവേശമൊന്നുമില്ല. അതുണ്ടാവില്ലല്ലോ 10 വയസ്സ് അധികമായില്ലേ, അപ്പൊ അതിന്റെ ആവേശം കുറവുണ്ടാവും. പക്ഷേ മഹദനിയുടെ തല ആരുടെ മുമ്പിലും കുനിക്കുമെന്നാണ് ഭാവമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച 12 രാവിൽ റബീഉൽ അവ്വൽ 12 ഈ രാവിൽ പറയുന്നു, ജീവനുള്ളിടത്തോളം കാലം ഒരു ഏജൻസിയുടെ മുമ്പിലും ഒരു ഭരണകൂടത്തിന്റെ മുന്നിലും ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ മാത്രമേ കുനിക്കുകയുള്ളൂ. വേറൊരുത്തനും എന്നെ കുനിപ്പിക്കാന്ന് കരുതല്ല. അതിന് നീ എന്റെ ഭാര്യയല്ല. 13 വയസ്സുള്ള എന്റെ പൊന്നുമോൻ ഉമർ മുഖ്താറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടാലും, 11 വയസ്സുള്ള എന്റെ പൊന്നുമോൻ സലാഹുദ്ദീൻ അയ്യൂബിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടാലും അതിന് കീഴടങ്ങൂല, ഒരുത്തരും കീഴടങ്ങൂല. ഇൻഷാ അല്ലാഹ് ജീവനോളത്തോളം കീഴടങ്ങില്ല. ഇത് മഹദനിയുടെ അഹങ്കാരമല്ല, അള്ളാഹുവിന്റെ അടിമയാ ഞാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയാ ഞാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിന്തുടർച്ചാവകാശിയാ ഞാൻ. ആ ചങ്കുറപ്പോടാ ഞാൻ പറയുന്നത്. എന്റെ മുൻഗാമികൾ ഇസ്സത്തുള്ളവരായിരുന്നു, അവരാരുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. പിന്നെ എന്നെ ഇനി കള്ളക്കേസുകൾ ഉണ്ടാക്കി കൊടുക്കാതെ 9.5 കൊല്ലം ഇട്ടവര് അതുകൊണ്ട് തൃപ്തിയാകാഞ്ഞ് ഇപ്പൊ വീണ്ടും കാല് ബോംബ് വെച്ച് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കാല് അവസാനം ജയിലിൽ നിന്ന് ക്ഷീണിച്ച് തളന്ന് കാലങ്ങോട്ട് വെറും ഒരു ഈ കമ്പി പോലായി. ഇപ്പൊ അതാ അവസ്ഥ കാലിന്. അങ്ങനെ ആയപ്പോ ആ വലിയ ആർട്ടിഫിഷ്യൽ ലിംബിൽ കൃത്രിമക്കാലില് ആ പഴയ ഈ തളർന്ന കാലങ്ങോട്ട് ഇട്ടിട്ട് ഈ ക്ഷീണിച്ച കാലിട്ടിട്ട് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടിക്കുമ്പോ നട്ടലിന് പൊട്ടലുണ്ടായി, ഡിസ്കിന് അകലമുണ്ടായി. അങ്ങനെ സുജൂദ് ചെയ്യാൻ പോലും പറ്റാതെ നിസ്കരിക്കാൻ വേണ്ടി പെട്ടിയും തലേണയും എടുത്ത് പൊക്കി വെച്ച് സുജൂദ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ തിരുവനന്തപുരത്ത് വന്നിരുന്നപ്പോഴും പറഞ്ഞ എന്താ, കാല് ബോംബ് വെച്ചൊരു മാപ്പ് കൊടുത്തു. എന്നിട്ട് നവംബർ 22-ാം തീയതി കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി വാസവൻ എന്ന് പറയുന്ന ആ ജഡ്ജിയുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോയി എന്റെ കേസ്, കാല് വെച്ച കേസിന്റെ വിചാരണയ്ക്ക് സാക്ഷി പറയാൻ വീൽ ചെയറിൽ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് 3ാമത്തെ നിലയെ കൊണ്ടുവന്നിട്ട് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഞാൻ ജഡ്ജിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ നോക്കുമ്പോൾ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ കാലിൽ ബോംബ് വെച്ച കേസിലെ പ്രതികളെല്ലാം അവിടെ നിൽപ്പുണ്ട്. 1ാം പ്രതി എന്റെ അടുക്ക വന്ന് കാല് പിടിച്ച് 93-ൽ മാപ്പ് ചോദിച്ച ജയൻ എന്ന് പറയുന്ന RSS കാരനാ, അവൻ ഉൾപ്പെടെ അവിടെ. ഞാനൊരു കഷ്ണം പേപ്പർ എടുത്തു, എഴുതി വെച്ച പേപ്പർ ജഡ്ജിയുടെ കയ്യിലേക്ക് എടുത്തു. ജഡ്ജി അത് കോടതിയിൽ ഉറക്ക വായിച്ചു. എന്താ ഞാൻ എഴുതിയിരുന്നത്? 17 കൊല്ലം മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട കാല് ഇവരെ ശിക്ഷിച്ചത് കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. 17 കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയ്ക്കൊന്നും പകരമാവില്ല. ഞാൻ ജയിലിൽ കിടന്ന് വേദന അനുഭവിച്ചവനാണ്. എന്റെ കാല് ബോംബ് വെച്ചവർ ജയിലിലേക്ക് പോകുമ്പോൾ, ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വേദന എനിക്ക് മനസ്സിലാവും. ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാ, ആ വാക്ക് ഞാൻ പാലിക്കുന്നു. ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയും അവർക്ക് മാപ്പ് കൊടുക്കണം. ജഡ്ജി ഇത് വായിച്ചിട്ട് എന്റെ മുഖത്തേക്ക്, വാസവൻ എന്ന ജഡ്ജി ഞാൻ അത്ഭുതത്തോടെ നോക്കി. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ സംഭവം. അവസാനം ഈ കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി വെള്ളിയാഴ്ച ജുമായിക്ക് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ചാനലുകൾ നോക്കുമ്പോൾ എഴുതി കാണിക്കുന്നു, അബ്ദുൽ നാസർ മദനിയുടെ വലതുകാല് ബോംബ് വെച്ച കേസിലെ പ്രതികൾക്ക് കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ താഴെ എഴുതി കാണിച്ചു, മദനി അവർക്ക് മാപ്പ് കൊടുക്കുന്നു എന്ന് നേരത്തെ കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് മാപ്പ് കൊടുത്ത കാരണം കൊണ്ട് കൂടി എന്റെ കാല് ബോംബ് വെച്ച കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ട്, കുറ്റം ചെയ്തവർ എന്റെ സമീപനം കൊണ്ട് കോടതി വെറുതെ വിട്ട് അവര് പുറത്തേക്ക് വന്ന ദിവസം ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ പാവപ്പെട്ട ഭാര്യ സൂഫിയായ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് അന്നത്തെ ആ ദിവസം തന്നെ ജയിലിലടിച്ചു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ടാ 2005-ൽ അവരെ അറസ്റ്റ് ചെയ്യാതിരുന്ന. 2006-ലും 7-ലും 8-ലും 9-ലും അറസ്റ്റ് ചെയ്തില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം നടന്ന ഗൂഢാലോചനകളിൽ ചില പ്രതികളെ കോടതിക്ക് മുമ്പിൽ 5 കൊല്ലം കോടതിയിൽ പോയി പറയാതിരുന്ന പ്രതികളെ തയ്യാറാക്കി കൊണ്ടുപോയി കോടതി പറയിപ്പിച്ചിട്ട് മൊഴി ഉണ്ടാക്കിച്ച്, കള്ളമൊഴി ഉണ്ടാക്കി എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു.
ഇതുകൊണ്ടും തീരുന്നില്ല. ഇപ്പൊ അതേ NIA വന്നേ. NIA എന്തിനാ കേരളത്തിലേക്ക് വന്നതെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ആശങ്ക പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങള് ഈ കഴിഞ്ഞ ഈ യാത്ര തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് എറണാകുളത്ത് ഒരു വക്കീൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, അയാളുടെ ക്ലൈന്റായ ഒരു പ്രതി ജയിലിൽ കിടപ്പുണ്ടായിരുന്നു. ആ പ്രതിയെ NIA കസ്റ്റഡിയിൽ എടുത്തു. എന്നിട്ട് NIA ഉദ്യോഗസ്ഥന്മാർ ആ പ്രതിയോട് പറഞ്ഞെന്താണെന്നറിയാവോ? നിന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത് നിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളൊരു 13 കാര്യം എഴുതി നിന്റെ അടുക്ക തരാം. നീ അതൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ജഡ്ജിയുടെ കയ്യിൽ കൊടുത്താൽ നിന്നെ മാപ്പുസാക്ഷിയാക്കിയേക്കാം. ഞങ്ങൾക്ക് നിന്നെ കിട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല, മഅ്ദനിയെ കിട്ടണം. അതിന് ഞങ്ങൾ പറയുന്ന നീ ചെയ്യണം. 1, ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ മഅ്ദനി ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയാം എന്ന് നീ എഴുതണം. 2, കളമശ്ശേരി ബസ് കത്തിക്കാൻ മഅ്ദനി ജയിലിൽ ഇരുന്ന് പറഞ്ഞതാണ് എന്ന് നീ എഴുതി കൊടുക്കണം. അതുപോലെ പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോംബ് പിടിച്ചത് മഅ്ദനി പറഞ്ഞിട്ടാണ് അവിടെ ബോംബ് വെച്ചതെന്ന് നീ പറയണം. ഇതൊക്കെ നീ പറഞ്ഞാൽ നിന്നെ മാപ്പുസാക്ഷിയാക്കിയ ഞങ്ങൾക്ക് നിന്നെ കിട്ടിയിട്ട് കാര്യമില്ല, അയാളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. എന്റെ സഹോദരങ്ങൾ അറിയണം, എന്താ എന്നെ തന്നെ വേണോ എന്ന നിർബന്ധം. ബാംഗ്ലൂർ പോലീസിന് എന്നെ തന്നെ വേണം, എന്നെ മാത്രം പോരാ, എന്റെ ഭാര്യയും വേണം. എന്താ കാര്യം? നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ബാബരി മസ്ജിദ് തകർന്നിട്ട് 17 കൊല്ലമാകുന്നു. ആലപ്പുഴക്കാർക്ക് മറക്കാൻ പറ്റുമോ? ബാബരി മസ്ജിദ് തകർന്ന ദിവസം ആലപ്പുഴയിൽ ഉണ്ടായ സംഭവങ്ങളും വികാസങ്ങളും മറക്കാൻ പറ്റുമോ? അതിന്റെ അടുത്ത ദിവസം രാത്രിയിൽ ആ ഒറ്റക്കാലിൽ ഓട്ടോറിക്ഷയിൽ ഞാൻ ആലപ്പുഴയിലേക്കാ വന്നേ. ISS നിരോധിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ISS പിരിച്ചുവിടാൻ തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞിരുന്നത് RSSനെ നിരോധിച്ചാൽ ISSനെ പിരിച്ചുവിടും. അത് തീരുമാനിച്ചപ്പോൾ ആ വിവരം ISS നിരോധിക്കുമെന്ന വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന നിലയിൽ ഞാൻ വന്നത് എങ്ങോട്ടാ? ആലപ്പുഴയിലേക്കാണ്. ഇവിടെ വന്നിട്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്നാണ് ഞാൻ പിറ്റേ ദിവസം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ISS പിരിച്ചുവിട്ടു എന്ന് പ്രഖ്യാപിച്ചു. ആ ആലപ്പുഴയിലെ സഹോദരങ്ങൾ ബാബരി മസ്ജിദ് തകർച്ചയുടെ ദിവസം ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ടായെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ആ ബാബരി മസ്ജിദ് തകർന്ന് 17 കൊല്ലം കഴിഞ്ഞപ്പോ ലിബർഹാൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ആരാ തകർത്തേന്ന്. ഏതുപോലെ ഞാൻ ഇപ്പൊ ഇവിടെ വരിക, സ്റ്റേജ് വന്ന് കയറുക, എന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എടുക്കൽ ഞാൻ അബ്ദുൽ നാസർ മഅ്ദനിയാണ്, പ്രസംഗിക്കാൻ വന്നതാണ്. ഇത് വീൽ ചെയറാണ്. ഈ ഇരിക്കുന്നത് ബഹുമാന്യനായ ആറ്റക്കോയ തങ്ങളാണ്. അപ്പുറം ഇരിക്കുന്ന മഹല്ല് പ്രസിഡന്റാണ്. ഇപ്പുറം ഇരിക്കുന്ന സുനീറാണ്. എന്റെ മുന്നിലിരിക്കുന്നവരൊക്കെ ആലപ്പുഴക്കാരാണ്, മലയാളം കേട്ടാൽ അറിയുന്നവരാണ്. നിങ്ങളൊക്കെ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ എന്ത് പറയും? ഇവരിപ്പോ കുതിരവട്ടത്തുനിന്ന് വരികയെന്ന് തോന്നുന്നു എന്നല്ലേ കരുതുള്ളൂ? അങ്ങനല്ലേ പറയുള്ളൂ? വട്ടുണ്ടായാലല്ലേ ഇങ്ങനെ പറയുള്ളൂ? ഇതുപോലെ ബാബരി മസ്ജിദ് തകർന്ന് 17 കൊല്ലം കഴിഞ്ഞപ്പോ 7 കോടി രൂപ ചെലവാക്കി അന്വേഷിച്ചു പറയുന്നു പള്ളി തകർത്തത് അദ്വാനിയും കൂട്ടരുമാണ്. ഇതാർക്കും അറിയാത്ത കാര്യമാണോ? അന്നത്തെ ദിവസം ആ ബാബരി മസ്ജിദ് തകർന്ന ദിവസം 2 വയസ്സുള്ള ഒരു കുട്ടിയെ വിളിച്ചിട്ട് ആരാ മോനെ തകർത്തേന്ന് വെച്ചാൽ അവൻ പറയില്ല അദ്വാനിയും കൂട്ടരുവാ തകർത്തേന്ന്. അത് പറയാൻ 17 കൊല്ലം എടുത്ത് 7 കോടി രൂപയും ചെലവാക്കി. ഇന്ത്യയിൽ എന്തൊക്കെ സംഭവം പിന്നീടുണ്ടായി? ഗുജറാത്തിൽ 1000 കൊല്ലപ്പെട്ടു, ബോംബെയിൽ 1000 കൊല്ലപ്പെട്ടു. ഇതിന്റെ ഒക്കെ കാരണം ബാബരി മസ്ജിദ് തകർച്ചയാ. ഈ ബാബരി മസ്ജിദ് തകർത്തത് ആരാണെന്ന് 17 കൊല്ലം 7 കോടി രൂപ ചെലവാക്കി അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇത് ഇന്ന ആളുകളാണ് ബാബരി പള്ളി തകർത്തതെന്ന് പറഞ്ഞിട്ട് ആ തകർത്ത ആളുകളിൽ ആരെങ്കിലും ഒരാളെ 1 മണിക്കൂർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാൻ ഈ രാജ്യത്ത് ഭരണകൂടം ഉണ്ടോ മക്കളെ? 100 രൂപ അവർക്കെതിരെ പിഴയിടാൻ ഈ രാജ്യത്തെ ഗവൺമെന്റ് ഉണ്ടോ? ഇന്നും താക്കറെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു ഷാറൂഖ് ഖാൻ പാകിസ്ഥാന്റെ കളിക്കാരെ ഇവിടെ കളിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളുടെ സിനിമ റിലീസാകുന്നതൊക്കെ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു. ആ താക്കറെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇപ്പോഴും പറയുന്നത് എന്റെ കുട്ടികളാ ബാബരി മസ്ജിദ് തകർത്തതെന്ന്. ബോംബെയിൽ അന്ന് 1000 കൊല്ലപ്പെട്ട കലാപത്തെ പറ്റി ഇപ്പോഴും താക്കറെ പറയുന്നത് എന്റെ കുട്ടികളാണ് ആ കലാപം അഴിച്ചുവിട്ടത്. രാജ്യത്തിന്റെ ശത്രുക്കളായ പാകിസ്ഥാന്റെ ചാരന്മാരായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് എന്റെ കുട്ടികളാണ് ഇപ്പോഴും കൈവച്ചുകൊണ്ട് പറയുന്ന താക്കറെ 10 മിനിറ്റ് ജയിലിലിടാൻ ഈ രാജ്യത്ത് നിയമമില്ലെങ്കിൽ അതേ രാജ്യത്ത് അതേ ഭരണഘടന അനുസരിച്ച് അതേ നാട്ടിൽ അതേ ഗവൺമെന്റ് ഭരിക്കുന്ന അതേ രാജ്യത്തെ മറ്റൊരു പൗരനായ വിനീതനായ മഅ്ദനി 9.5 കൊല്ലം ഒരു കുറ്റവും ചെയ്യാതെ ജയിലിലിട്ട് ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് 110 കിലോയിൽ നിന്ന് 48 കിലോ ആകുന്ന വണ്ണം രോഗങ്ങൾ പിടിച്ച് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി. എന്നിട്ട് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു മഅ്ദനിയെ വെറുതെ വിട്ടത് ശരി തന്നെ, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വരെ പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ യാതൊരു കുറ്റവും പറയാനില്ല
വരാതിരിക്കുമ്പോഴും NIAക്ക് മഅ്ദിനിയെ വേണം, ബാംഗ്ലൂർ പോലീസിന് മഅ്ദിനിയെ വേണം. ഇവിടെ രണ്ട് നീതിയല്ലേ നടപ്പിലാകുന്നത്? രണ്ട് നീതിയല്ലേ നടപ്പിലാകുന്നത്? ഈ രണ്ട് നീതി ഇവിടെ നടപ്പിലാകുമ്പോൾ ഞാൻ സന്ദർഭോചിതം എങ്ങനെയോ അങ്ങോട്ട് കയറിപ്പോയതാ. എങ്ങനെ കയറിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പലിശ, ആഡംബരം. അവിടെ ബാംഗ്ലൂർ പോയ മംഗലാപുരത്ത് കല്യാണത്തിന് പോയി. ആരുടെ? ഞാൻ തന്നെ ഓർക്കേണ്ട ഗതികേടാണ്, എല്ലാവർക്കും ഒരു ഓർമ്മയില്ല. അവിടെ കല്യാണത്തിന് പോയി മംഗലാപുരത്ത്. അന്ന് പോയി കല്യാണത്തിന് ചെന്നപ്പോൾ BJPയുടെ മന്ത്രിമാരുൾപ്പെടെ അവിടെ ഉണ്ട് കല്യാണത്തിന്. റഹ്മാൻ ഖാൻ രാജ്യസഭാ സ്പീക്കറുണ്ട്, കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് കല്യാണത്തിന്. ആ കല്യാണത്തിന് ആയിരക്കണക്കിന് ആളുകളാ പങ്കെടുത്തത്. ആ കല്യാണത്തിന് ആ കല്യാണത്തിൽ ഇത്ര ആളുകൾ പങ്കെടുത്ത കല്യാണമായത് എനിക്ക് വലിയ വിഷമം തോന്നി. ഈ സദസ്സിൽ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. 10,000ങ്ങളുടെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ആളുകൾ ജാഥ പോലെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു പോകുന്നു. അത്ര വലിയ കല്യാണം. ഞാൻ ഇതിനെ വിമർശിച്ച് പ്രസംഗിക്കോ വിമർശിക്കാതെ പ്രസംഗിക്കോ? വിമർശിക്കാതെ പ്രസംഗിച്ചാൽ എന്റെ മനസാക്ഷിയോട് ഞാൻ നീതി പുലർത്തുന്നില്ല. വിമർശിച്ച് പ്രസംഗിച്ചാൽ എന്നെ 10 പേർ 8 പേർക്ക് ടിക്കറ്റ് എടുത്ത് എന്നെ ഇവിടുന്ന് നെടുമ്പാശ്ശേരി അവിടം വരെ കൊണ്ടുപോയ അസീസ് സാഹിബിനെ, അയാളെ കല്യാണം നടക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിനെ വിമർശിച്ചാൽ അയാൾക്ക്